എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് അങ്ങനെ സ്വാഗതം. ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു സെറ്റപ്പും ആ ഒരു കാര്യങ്ങളും എല്ലാം ഒന്നിച്ച് ഒത്തു കിട്ടി. അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയും കിട്ടി. വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എല്ലാവരുടെയും ബഹളവും എല്ലാവരുടെയും റിവ്യൂസ് ബഹളവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തോടു കൂടി ഇവൻ്റെ ഒരു റിവ്യൂ ഇടാം എന്ന് കരുതി. ഞാൻ സ്ഥിരം നമ്മുടെ XMR തന്ന നമ്മുടെ ആലുവയിലെ മെഗാ മോട്ടോഴ്സിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയും റിവ്യൂ ചെയ്യാനായിട്ട് തന്നെ കേട്ടോ. സംഭവം മാരകം. ഫസ്റ്റ് ത്രോട്ടിൽ തന്നെ എനിക്ക് വണ്ടി വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. വണ്ടിയുടെ പവർ ഡെലിവറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻജിൻ മാരകം കേട്ടോ, ഒരു രക്ഷയില്ല. വണ്ടി കയറുന്നതൊക്കെ, അതായത് എൻജിൻ ഭയങ്കര സ്മൂത്താണ്. നമ്മൾ കൈ കൊടുക്കുന്നത് ഇരുത്തി കൊണ്ടുപോകും സാധനം. ആ രീതിക്ക് വണ്ടി വല്ലാണ്ട് മാറിപ്പോയി. ഞാൻ ഫസ്റ്റ് എക്സ്പോൾസ് ഓടിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിന്റെ. അത് വെച്ച് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ എക്സ്പോൾസ് നോക്കിക്കഴിഞ്ഞാൽ ഗൈസ്, ദിസ് തിങ് ഈസ് എ കില്ലർ. സീരിയസ്ലി, ഓരോ ഗിയറും മാരകം. ആ റെവ് ചെയ്യുന്നതൊക്കെ ആണെങ്കിലും എനിക്ക് ശരിക്കും പറയാം XMR ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് ഈ എൻജിൻ ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല റിഫൈൻമെന്റ് തോന്നിക്കുന്ന നല്ല പക്ക എൻജിനാട്ടോ ഇത്. പിന്നെ കൂടുതൽ മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് എനിക്കറിയത്തില്ല. പക്ഷേ വണ്ടിയുടെ എൻജിന്റെ ഭാഗം നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ത്രോട്ടിൽ റെസ്പോൺസും കാര്യങ്ങളും എല്ലാം തരുന്ന ഒരു എൻജിനാണ് ഈ ഒരു ഹീറോയുടെ ഈ ഒരു 210cc എൻജിൻ. ബാക്കി ഈ എക്സ്പോസിലോട്ട് ഈ സാധനം കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടല്ലോ ഇതിനു വേണ്ടി ഇങ്ങനെ മെന്റ് ചെയ്തിരിക്കായിരുന്നു തോന്നുന്നു. ബ്രേക്കിംഗ് ഒക്കെ ആണെങ്കിലും പക്ക ബ്രേക്കിംഗ് കേട്ടോ, നല്ല റെസ്പോൺസ് ഉണ്ട് ബ്രേക്കൊക്കെ. മൺസൂൺ സീസണിൽ ഈ മഴയും മഞ്ഞും മഴയും നല്ലൊരു വാട്ടർ ക്രോസിംഗ് കിട്ടി, കൊള്ളാം. ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മള് ഇത് കൊടുക്കുന്ന ഓരോ രൂപയ്ക്കും ഈ ഒരു വണ്ടി വെർത്താന്ന് ഞാൻ പറയും. കാരണം ഓബ്സ്റ്റിക്കിൾസ് ഒന്നുമില്ല. ഓബ്സ്റ്റിക്കിൾസ് ഒന്നും നമ്മുടെ ഫ്രണ്ടിൽ ഒന്നും അല്ല. എന്തിനാ എടുത്തിട്ട് പോവാ, നീ പൊക്കോ മോനെ, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ എഞ്ചിനും കൂടെ നിൽക്കുന്നേ. ഓക്കെ, നമുക്ക് സൗണ്ടും കൊള്ളാം കേട്ടോ. നല്ല ഗ്രണ്ട് ഉണ്ട് സാധനത്തിന്, നല്ല പക്ക സൗണ്ടാണ്. നമുക്ക് ആ സൗണ്ടിൽ തന്നെ നല്ല കോൺഫിഡൻസ് കിട്ടും. അപ്പോ why took you so long man? ഈ സാധനം വരാൻ ഇത്ര വെയിറ്റ് ആയത്. അടി നല്ല തീപ്പൊരി വാട്ടർ ക്രോസിംഗ് ആ ഗായ്സ്. നമുക്ക് ഭഗവാനെ ഈശ്വര, ലെറ്റ്സ് ഗോ. സബ്മറീൻ ഓൺ ദ വേ. $10K സാധനം കട്ട് ഓഫ് കേട്ടോ. സംഭവം കൊള്ളാം. നല്ല ഒന്നും പറയാനില്ല, തീപ്പൊരി. ഹീറോയുടെ ഷോറൂമിൽ നിറക്കിയേക്കുന്ന ഒരു അത്യുഗ്രം തീപ്പൊരി സാധനം. യെസ്. സസ്പെൻഷൻ ഒക്കെ പക്ക സ്മൂത്ത് ഗൈസ്. ഈ എൻജിനിന്റെ പൊന്ന്, ഐ മീൻ ലവ്, ഐ തിങ്ക്. നമുക്ക് ഒരിടത്ത് നിർത്തിയിട്ടിട്ട് ഈ സുന്ദരിയുടെ ബാക്കി ഭംഗി ആസ്വദിക്കാം. യെസ്, പിടിക്കുന്ന പിടുത്തത്തിൽ ഇവളിങ്ങ് പോരുവാണല്ലോ ദൈവമേ. എന്റെ സരസു.
ആ യെസ് യെസ്. ഓ യെസ്. ആ ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് വണ്ടി അങ്ങോട്ട് ആ RPM അങ്ങോട്ട് ഡൗൺ ആയി വരുന്ന ആ ഒരു സൗണ്ടും. ഓക്കെ, എക്സ്പൾസ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പ്ലാൻ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ പുതിയ എക്സ്പൾസ് എടുക്കാനായിട്ട് പോകുന്ന ആൾക്കാർ ഡെഫിനിറ്റ്ലി ഈ ഒരു സാധനം ഓടിക്കണം. കാരണം വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് ജെൻ ആ ലൈറ്റ് വെയിറ്റ് എക്സ്പൾസിന്റെ മെനൂവറിങ് കേപ്പബിലിറ്റീസും പ്ലസ് ഈ ഒരു എഞ്ചിന്റെ റോക്കറ്റിംഗ് പവറും മോനെ, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത ഒരു മാസ്മരിക മെഷീൻ. അത്രയൊക്കെ പറയാനുള്ളൂ ഇതിനെക്കുറിച്ച്. ഹൈവേയിലധികം ആൾക്കാരില്ലെന്ന് തോന്നുന്നു, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഹാൻഡിൽ ബാർസ് ഒക്കെ മറ്റേ നമ്മുടെ എക്സ്പോൾസിന്റെ കുറച്ചുകൂടെ വൈഡ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ചെറിയ രീതിക്ക് റൈഡിങ് ആ ഒരു നമ്മുടെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെറിയ രീതിക്ക് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് വശം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഷിപ്പ് പോലൊക്കെ തോന്നും. നല്ല ഭീമാകാരമായിട്ടുള്ള ടാങ്കാ ഫസ്റ്റ് കൊടുത്തേക്കുന്ന വണ്ടിക്ക്. ഓക്കെ, നമുക്ക് റൈഡിങ് മോഡ്സ് സ്വിച്ച് ചെയ്യാം. ഇതിനകത്ത് മോഡ്സും കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഗിയറിലാണ് നമ്മൾ. അത്യാവശ്യം നല്ല ചെളിയുണ്ട് ഗായ്സ്. അയ്യോ, ബട്ട് സീനില്ല. പോകുന്ന വഴിക്ക് ഒരു വാട്ടർ ക്രോസിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് വാഷ് ചെയ്ത് കിട്ടും. എനിക്ക് സൗണ്ട് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ വണ്ടിയുടെ. അധികം ചെളിയാക്കാതെ നമുക്ക് പോവാം, കാരണം ഇത് നല്ല വൃത്തിക്ക് തിരിച്ചു കൊടുക്കേണ്ട വണ്ടി ആയതുകൊണ്ട്. നമുക്കൊരു 2-3 ഗിയർ നമുക്കൊന്ന് വലിച്ചെടുത്ത് നോക്കാം എന്തേരം ഈ സാധനം പറക്കുന്നുണ്ടെന്നുള്ളത്. സോ കറൻ്റ്ലി ഫസ്റ്റ് ഗിയറിലാണ്. വണ്ടികളൊന്നും ഇല്ലാന്ന് നമുക്ക് സേഫായിട്ട് റോഡ് ഫസ്റ്റ് സേഫ്റ്റി വരുത്തിയതിന് ശേഷം ഒന്ന് വലിച്ചെടുത്ത് നോക്കാം ഇതിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെ ഉണ്ടെന്നുള്ളത്. സോ ഇൻ 3, 2, 1. നമുക്ക് അധികം അക്രമത്തിന് പോകണ്ട. ബട്ട് സ്റ്റിൽ ഈ ഒരു സാധനം തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും ഒക്കെ കയറി പോകുന്നത് കണ്ടായിരുന്നോ? ഓ, ഐ ലവ് ദിസ് എഞ്ചിൻ. ഐ റിയലി ലവ് ദിസ് എഞ്ചിൻ. പക്ക സ്റ്റെബിലിറ്റി, പവർ ഡെലിവറി, പെർഫോമൻസ്, മെനുവറിംഗ് കേപ്പബിലിറ്റി ഓൺ ടോപ്പ്. പീക്ക് ഗ്രാഫ് ഓൺ പീക്ക് ലെവൽ. ഇവിടെ ഒന്ന് നിർത്തിയിട്ടിട്ടേ, ഇത് നിർത്തിയിടാൻ പറ്റിയ സ്ഥലം എന്തേ ഇവിടെ കേട്ടോ, റോഡിലല്ല. അത് ഞാൻ മനസ്സിലാക്കി. ഇവളുടെ ദൃശ്യ ഭംഗി ഞാൻ കാണിച്ചു തരാം. അയ്യോ ചക്കരേ, നീ ഇവിടെ നിൽക്ക്. അപ്പോ എന്തുവാ മുതല്, കാണുമ്പോ ഇതൊന്നും തോന്നത്തില്ലല്ലോ. എന്തുവാ നീ എന്നെ ചെയ്ത്? മാറുകയും കേട്ടോ. എനിക്ക് ആ എക്സോസ് നോട്ടും ആ എക്സോസിന്റെ ആ ഒരു മൗണ്ടും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ എന്താ പറയുക, ഒരു പകുതി എക്വിപ്മെന്റ്സ്, ഒരു ഗോപ്രോ Insta360 ഒരെണ്ണം എടുത്തു. പിന്നെ മൈക്ക്, ഞാൻ ഫോൺ ലൈക്ക് എക്സ്റ്റേണൽ മൈക്ക് സെറ്റ് ചെയ്തില്ല, ബട്ട് ഫോണുമായിട്ട് പെയർ ചെയ്ത് എൻ്റെ ഹെൽമെറ്റ് വഴി അങ്ങനെ ഓഡിയോയുടെ കാര്യം ക്ലിയർ ആക്കി. അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയും കിട്ടി. അതും ഈ ഒരു മുതൽ ലൈക്ക് ലുക്ക് വൈസ് ചെളിക്കാത്ത ഈ സാധനം കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് കിട്ടുന്ന നമുക്ക് കിട്ടുന്നൊരു പ്ലഷർ ഉണ്ടല്ലോ മോനെ. സീരിയസ്ലി ഇത് റോഡിൽ നിർത്തി ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു സംഭവമല്ല. ലൈക്ക് ഇതുപോലെ ഡേർട്ടിനകത്തും അതുപോലെ എക്സ്ട്രീം ലെവല് എന്താ പറയുക, ഭ്രാന്തന്മാർക്ക് പറ്റിയൊരു സാധനം ഇത്. ആ രീതിയിലുള്ള ഫോട്ടോസ് ആയിരിക്കും ഈ ഒരു സാധനത്തിന് പറ്റിയത്.
എൻ്റെ പൊന്നണ്ണ, ഓ, മഴയായി, മഞ്ഞായി, കോടയായി, എല്ലാമായി. ഇനി ഇനി ഈ ഒരു മുതലിൻ്റെ ടൈമായിരിക്കും. ഇതിൻ്റെ വൈറ്റ് വേരിയൻ്റ് ഞാൻ ഷോറൂമിൽ കണ്ടു. അമ്പോ എന്താ ഭംഗി! സ്പേസ് ഷട്ടിലൊക്കെ അവിടെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ. വണ്ടിയുടെ ലുക്കും അതുപോലെ സൈസും കുറച്ച് മാറിയിട്ടുണ്ട്, വെയിറ്റും കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷെ വെയിറ്റ് കൂടിയതായിട്ടൊന്നും നമുക്ക് റൈഡ് ചെയ്യാൻ നേരത്ത് തോന്നത്തേ ഇല്ല. വണ്ടി ഭയങ്കര പക്ക ഫ്ലിക്കബിളാണ്. വണ്ടി നല്ല നല്ല രീതിയിൽ നമുക്ക് കയ്യിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ ടാങ്കിൻ്റെ ആ ഒരു ഏരിയ, ടാങ്കിൻ്റെ ആ ഒരു ഡിസൈൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഹാൻഡിലിനോട് ചേർന്ന് നല്ല ജസ്റ്റ് നമുക്ക് എന്താ പറയുക അടുപ്പിച്ച് വെച്ച് ആ ഒരു ഡേർട്ട് ബൈക്ക് മോഡിലും അതുപോലെ ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ക്രൂസിങ് മോഡിലും ഹൈവേയിലൊക്കെ സീരിയസ്ലി നിങ്ങൾ ക്രൂസ് ചെയ്യാനൊക്കെ പോകാൻ നേരത്ത് ഈ എൻജിൻ ഒരു സ്ട്രെസ്സും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് നല്ല ലോങ് ഡിസ്റ്റൻസ് ട്രാവലിങ്ങിനൊക്കെ പക്കായിട്ട് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന എൻജിനാണ്. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സീനുമില്ല. ഇനി ഇവളുടെ മനോഹരമായ ഈ ഹൃദയത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. 210cc 24 bhp 9000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡ് കൂൾഡ് DOSC എൻജിൻ. പിന്നെ വണ്ടിക്ക് 40 കിലോമീറ്റർ അടുത്ത് മൈലേജ് ഓൺ പേപ്പറിൽ പറയുന്നുണ്ട്. ഇൻ റിയൽ ലൈഫ് അറൗണ്ട് എങ്ങനെ പോയാലും ഒരു 35 കിട്ടും. അത് ഈ ഒരു പെർഫോമൻസും ഈ ഒരു പവർ ഫിഗറും വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇതൊരു വളരെ എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഫോർ മണി മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഒരു എൻജിനും ഈ ഒരു ഫുൾ പാക്കേജും. കാരണം എക്സ്പൾസിൻ്റെ കേപ്പബിലിറ്റിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞറിയിക്കണ്ടല്ലോ. എത്രത്തോളം കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്ന് നമുക്കറിയാം. ഒരു ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ള നല്ല പക്ക ഒരു വണ്ടിയായിട്ട് നമുക്ക് അറിയാവുന്ന. അപ്പോൾ അതിലോട്ട് ഈ ഒരു എൻജിനും ഈ ഒരു ട്യൂണിങ്ങും ഈ ഒരു മൈലേജും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കിനും നമുക്കിനി ഒരു ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്ങിന് നമ്മുടെ പഴയ എക്സ്പൾസ് കുറച്ച് ശോകമായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം നികത്തി ഈ ഒരു സാധനം ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി സീരിയസ്ലി ഈ ഒരു സാധനത്തിൻ്റെ കളിയായിരിക്കും കേട്ടോ മൊത്തം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ പെർഫോമൻസും പവർ ഫിഗേഴ്സും ആ ഒരു കാര്യങ്ങളും എല്ലാം തന്നെ അതിമാരകമാണ്. ഹീറോയ്ക്ക് ഇങ്ങനൊരു സംഭവം കൊണ്ടുവരാൻ തോന്നിയല്ലോ. ഐ ആം വെരി ഹാപ്പി വിത്ത് ദിസ്. വണ്ടിക്ക് കുറച്ചുകൂടെ ഒരു ടൂറിങ് ഫ്രണ്ട്ലി, കുറച്ചുകൂടെ അഗ്രഷനും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ടെയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡേർട്ട് ബൈക്കിൻ്റെ സൈഡിലത്തെ ഒരു പീസ് പോലൊക്കെ ഒരു എക്സ്ട്രാ പീസൊക്കെ സൈഡിൽ വെച്ചിട്ട് നല്ല സ്ലീക്ക് ആയിട്ടുള്ള ടെയിലാണ് വണ്ടിക്ക് വന്നേക്കുന്നത്. അതുപോലെ നമ്മുടെ എനിക്ക് ടാങ്ക് സെക്ഷനാണ് ഇപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട. ഭീമാകാരമായി തോന്നിക്കുന്ന നല്ല 13 ലിറ്ററിൻ്റെ ടാങ്കാണ് കാണുന്നത് കേട്ടോ. ഫുൾ മെറ്റൽ, നല്ല പക്ക ബിൽഡ് സീന. ആ സൈഡും ആ ഒരു എന്താ പറയുക എഞ്ചിൻ്റെ ആ റേഡിയേറ്റർ ഇരിക്കുന്ന സെക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കിനും കണ്ടില്ല ആ സൈസ് കണ്ടില്ലേ സൈഡിലോട്ട്. ഞാൻ കുറച്ചുകൂടെ ഇറങ്ങി എനിക്ക് തോന്നുന്നത് മാസ്മരികം, ഒന്നും പറയാനില്ല. ഇതുപോലെ ചെളിക്കാത്ത ഈ സാധനം കൊണ്ട് വെക്കുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഭംഗി കുറച്ചുകൂടെ കൂടും. പിന്നെ ഡിസ്പ്ലേ നമ്മുടെ കളർ ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട്. ഇതിന് 2 വേരിയൻ്റ് ഉണ്ട്. നമ്മുടെ ബേസ് വേരിയൻറ്റിനകത്ത് TFT നോർമൽ കളർ ഇല്ലാത്തായിരിക്കും. ഇതിനകത്ത് കളറുള്ള നല്ല അടിപൊളി ഒരു ഡിസ്പ്ലേ ആണ്. നല്ല ആനിമേഷൻസും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു പക്ക ഡിസ്പ്ലേ ആണ് ഇത് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ വണ്ടിയുടെ റൈഡിങ് മോഡ്സിനെ കുറിച്ച് പറയാം. ഇപ്പോൾ കിടക്കുന്ന റോഡിലാണ് കേട്ടോ. നമ്മൾ ഈ ഒരു താഴത്തെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മോഡ്സ് നമുക്ക് കാണാം. ട്രയൽ, ഓഫ് റോഡ്, റോഡ്, ഇങ്ങനെ 3 മോഡ്സാണ് ഉള്ളത്. ഇത് കറൻ്റ്ലി കിടക്കുന്ന റോഡിലാണ്. ABSും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓഫ് റോഡ് കയറാൻ നേരത്തെ ആ ഒരു ബ്രേക്കിംഗ് ടൈമിൽ ABS കിക്കിനാകുന്നത് നല്ല രീതിയിൽ ഫീൽ ചെയ്യാണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ട്രയലിനകത്ത് കുറച്ചുകൂടെ ആ ഒരു ABSൻ്റെ പരിപാടികളും എഞ്ചിൻ്റെ ആ ഒരു ട്യൂണിങ്ങും മാറും. അതുപോലെ ഓഫ് റോഡ് വരുന്ന സമയത്ത് ABS ഒക്കെ ഫുൾ ഓഫ് ആയിരിക്കും തോന്നുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ നോർമലി മോഡ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന പോലെ. പക്ഷേ ഇറ്റ്സ് ഗുഡ് ദാറ്റ് ദ മോഡ്സ് ആർ ദെയർ. നമുക്ക് സ്വിച്ച് ചെയ്ത് കളിക്കാം ABSും കാര്യങ്ങളൊക്കെ. പിന്നെ ടെയിൽ സെക്ഷൻ്റെ ലുക്ക് ഞാൻ പറഞ്ഞുതരാം. ടെയിൽ സെക്ഷൻ ഞാൻ പറഞ്ഞല്ലോ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ടെയിൽ സെക്ഷനാണ്. ഈ ഒരു പീസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്പോസ് എടുക്കുന്ന ആൾക്കാർ ഒരു ആഫ്റ്റർ മാർക്കറ്റ് പീസ് വെക്കുമായിരുന്നു. ഇതുപോലത്തെ ഒരു നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഇതിൻ്റെ ഈ ഒരു പുറയിലത്തെ ഈ ഒരു ഫുൾ പീസ് അഴിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഡ്ഗാർഡ് ഫുള്ള് അഴിച്ച് കളഞ്ഞാൽ ഭയങ്കര സ്ലീക്കായിട്ട് പക്ക ഡേർട്ട് ബൈക്കിൻ്റെ ലുക്ക് കിട്ടുന്നൊരു ടെയിൽ സെക്ഷനാണ് ഈ വണ്ടിക്ക് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ എക്സോസ്റ്റ് സ്റ്റിൽ ഐ ലവ് ദിസ് പീസ്. കാരണം നല്ല രീതിയിൽ വണ്ടിയുടെ ആ ഒരു ഷേപ്പിനകത്തോട്ട് മെൽറ്റ് ആകുന്ന ഒരു എക്സോസ്റ്റ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ സീറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുഷനിങ്ങും നല്ല കംഫർട്ടും തരുന്ന സീറ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പില്യണും നല്ല അത്യാവശ്യം നല്ല കംഫർട്ട് കാണും. നമ്മുടെ ഫസ്റ്റ് എക്സ്പോസിനെക്കാട്ടിലും കുറച്ചുകൂടെ പില്യൺ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബാക്ക് സീറ്റ് ആയിരിക്കും ഈ വണ്ടിക്ക് വരുന്നത്. കാരണം ടെയിൽ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ എക്സ്പോസിനെക്കാട്ടിലും കുറച്ചുകൂടെ സൈസ് ഉണ്ട് വണ്ടിക്ക്. ഇതിൻ്റെ 400 ഒക്കെ ഇറങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ റെൻഡറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മോനെ ഹീറോ
ഇരിക്കുന്ന കണ്ടില്ലേ മോളെ. ഔ, ഐ മീൻ ലവ് വിത്ത് ദിസ് പീസ്. സീരിയസ്ലി ലുക്ക് വൈസ് ഈ സാധനം ഒന്നും പറയാനില്ല, വർക്ക് വൈസും ഒന്നും പറയാനില്ല. സീരിയസ് മാറ്റർ ഓഫ് മാസ്റ്റർ പീസ് എഞ്ചിനീയറിംഗ്. വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഞാൻ കേൾപ്പിച്ചില്ലല്ലോ. നല്ല രീതിയിൽ എക്സോസ്റ്റ് നോട്ടും കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. എഞ്ചിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എത്രത്തോളം സ്മൂത്തായിട്ട് ഈ ഒരു എഞ്ചിൻ റെവ് ചെയ്യുന്നതെന്നുള്ളത്. തിളച്ചിരിക്കുക, പക്ഷേ ഒരു രീതിക്കുള്ള അലമ്പോ കാര്യങ്ങളോ ഒന്നും ആ ഒരു എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യുന്നേ ഇല്ല. ഓ, എക്സോസ്റ്റേൽ ഹീറോ എന്തോ കാര്യമായിട്ട് പണിതിട്ടുണ്ട്. കാരണം അവിടുന്ന് വരുന്ന സൗണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കിനും കുറച്ച് ട്യൂൺഡ് ആയിട്ട് സാധനം വരുന്നത്. ഒരു പൊട്ടിച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ എക്സോസിൻ്റെ എൻഡിൽ നിന്നേ കേട്ടാ. ഹൈവാ, കൊള്ളാം സാധനം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തെറിക്കാം. കുറച്ച് മാറി നിന്നിട്ട് ഇതിൻ്റെ കുറച്ച് നല്ല ക്ലിപ്സ് എടുക്കാം. അയ്യോ, ഇപ്പോൾ കറൻ്റ് മോഡ് കിടക്കുന്ന റോഡിലാട്ടോ. നമുക്കൊന്ന് റോഡിൽ നിന്ന് മാറ്റിയിട്ട് ഫുൾ ഓഫ് റോഡിലോട്ടൊക്കെ ആക്കി നോക്കാം. കറൻ്റ് ഇപ്പോൾ മോഡ് കിടക്കുന്ന റോഡില്ല, നമുക്ക് റോഡിൽ നിന്ന് മാറ്റി ഫുൾ ഓഫ് റോഡിലോട്ടൊന്ന് മാറ്റി നോക്കാം എന്തൊക്കെ ചേഞ്ചസ് ആ വണ്ടിക്ക് വരുന്നതെന്നുള്ള. ത്രോട്ടിൽ റെസ്പോൺസ് എന്തെങ്കിലും ചേഞ്ച് ആവുമോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ട്രയൽ ഓഫ് റോഡ് ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. ഓ, ഡയലിനകത്തൊക്കെ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആ ABSൻ്റെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഓഫ് റോഡ് മോഡ് നൈസ് കേട്ടോ. ആ ഒരു മീറ്ററിനകത്ത് കാണിക്കുന്ന സിമ്പിളും കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ RPMൻ്റെ റെവ് ലിമീറ്റർ യെല്ലോ ആയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് അമ്മേ, 120 ഒക്കെ ഈസി. സ്റ്റെബിലിറ്റി പക്കാണ് കേട്ടോ. ആ ഒരു സ്പീഡിലും വണ്ടി പക്ക സ്റ്റേബിളാണ്. ഓ, വണ്ടിയുടെ ആ ഓട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ് ഗൈസ് പറയാനുള്ള മെയിനായിട്ട് കേട്ടോ. സൗണ്ട് വൈസും അതുപോലെ തന്നെ വണ്ടിയുടെ ആ ത്രോട്ടിൽ റെസ്പോൺസും ഒക്കെ പക്ക. അയ്യോ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വണ്ടിയുടെ റൈഡിങ് ഇംപ്രഷൻ എനിക്ക് കിട്ടിയിട്ടുള്ളത്. സീരിയസ്ലി എന്തൊക്കെ വന്നിട്ടുണ്ടോ അതെല്ലാം നാച്ചുറലി വന്ന എൻ്റെ ഒരു ഇമോഷൻസ് ആയിട്ടോ ഈ വീഡിയോയ്ക്കകത്തുള്ളത്. കാരണം ഞാൻ ഇതിന് മുന്നേ വണ്ടി ഓടിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഹീറോയിൽ വിളിച്ച് ചോദിച്ചിട്ട് വണ്ടി എനിക്ക് തന്നത്. അതുപോലെ തന്നെ കുറേ റെട്രോ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി കൂടുതൽ കാണാം. എല്ലാവരും സബ് ഒന്നും ചെയ്തേക്കാം, എല്ലാവരും ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഒക്കെ കാണുന്നവരെ ബൈ.